പ്രിയമുള്ളവരെ, അപ്പൊ ചിന്തിക്കേണ്ടത് മാത്രം നമ്മൾ ചിന്തിക്കുക. ഏറ്റവും വലിയ ചിന്തകൾ മാറി മറിയുന്നത് ആരുടെ മനസ്സിലെന്നറിയോ? ഗൾഫുകാരായ ഭർത്താക്കന്മാരുടെ ഭാര്യമാരുടെ മനസ്സിലാ. ഭർത്താവ് വിദേശ രാജ്യത്തല്ലോ, 2 വർഷം കഴിഞ്ഞല്ലേ വരൂ. 2 വർഷമെന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് 24 മാസം എങ്ങനെയാ ചിലവഴിക്കുന്നത്? അങ്ങനെ രാത്രി അവിടെ ഇങ്ങനെ നടന്ന് ചിന്തിക്കുക. അപ്പൊ ഭർത്താവിന്റെ കോള് വരും. ഭർത്താവ് രാത്രി ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോ രസമുള്ള പഞ്ചാര വാക്കല്ല നാട്ടിലുള്ള ഭാര്യയോട് പറയാനുള്ളത്. പിന്നെന്ത് പറയണം? എന്ത് വാക്ക് പറഞ്ഞാലും ഫോൺ വെക്കാൻ നേരത്ത് മരണത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, ഖബറിനെ കുറിച്ചൊക്കെ ഭാര്യയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് ഫോൺ കട്ട് ചെയ്യാം. അല്ലാതെ ഞാനങ്ങ് പുറന്ന് തോടി 1 വർഷം കൂടെ കഴിയട്ടെ, എന്നിട്ട് ഞാൻ സ്വർണത്തിന്റെ ബൈക്കിലെടുത്തിക്കൊണ്ട് എന്നൊക്കെ പറയുമ്പോ ഭാര്യ ഇങ്ങനെ മനസ്സ് പിടിച്ചു നിർത്തിയിരുന്ന, കെട്ടിയിട്ടിരുന്ന മനസ്സിങ്ങനെ ആടാൻ തുടങ്ങും. ചില മടയൻ ഭർത്താക്കന്മാരെങ്ങനെയാണ്? ഗൾഫിൽ പോയിട്ട് കൂട്ടുകാരോട് പറയും, എടാ എന്റെ വീട്ടിലൊന്ന് പോണേ, കുറച്ച് ഇഡോയും കുറച്ച് പിന്നെ വേറെ കുറെ പൊടിയും മാംഗോ പൊടിയും എല്ലാം കൂടി കൊടുത്തു വിടും. അതിന്റെ കൂട്ടത്തിൽ 10 ഗൾഫിന്റെ കാസറ്റ് കൊടുത്തു വിടും. എന്താ കാസറ്റ് എന്നറിയോ? എന്താ? കത്തുപാട്ടാ കൊടുത്തു വിടുക. അതില് എരഞ്ഞോളി മൂസ പാടുക. എന്താ? എങ്ങനാ? ഗുലാബിയിലുള്ളോരേ വന്നു കണ്ടോ കൈകോട്ടി. ഇതങ്ങോട്ട് കേൾക്കുമ്പോ അല്ലോ എന്റെ മച്ചാ പാടിക്കൊടുത്ത. ഇതിന്റെ കൂടെ നിങ്ങളറബി നാട്ടില് ഞാനും മോനും വീട്ടില് സബൂറാക്ക് 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 മോളെ. ഇതാ കൂട്ടുകാരന് കൊടുത്തേക്ക് അയൽക്കുന്ന ഭർത്താവ് നട്ടല്ലെന്ന് പറഞ്ഞ സാധനമുണ്ട്. വേറെ ഒന്നുമില്ല കോത്തയക്കാൻ. ഓ, ഇതിങ്ങനെ വാരിക്കെട്ടിക്കൊണ്ട് കൊടുക്കാനാ പറയാ. ഇവിടെ നിക്കറും ചൊല്ലി, കുതുബിയത്ത് ഓതി, സ്വലാത്തും ചൊല്ലി, ഖുർആനും ഓതി, മനസ്സിങ്ങനെ ഒതുക്കി വെക്കാ. വേളൊക്കെ പോയി കേട്ട് കരഞ്ഞാമീൻ പറഞ്ഞു. അതിന്റെ കൂടെ ഞാനും മോളും വീട്ടില് നിങ്ങളറബി നാട്ടില്. ഇതാണ് അവിടെ കൊടുക്കാനുള്ളത്. നമ്മൾ ഓർക്കണം. എന്റെ പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തോടു കൂടി ഞാൻ പറയാം, ഗൾഫുകാർ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതം ഗൾഫിൽ പൊലിഞ്ഞു പോവല്ലേ? എത്രയോ പാവപ്പെട്ട ഗൾഫുകാർ, ഒരൊറ്റ മജ്‌ലിസിലും ഞാൻ ഗൾഫുകാർക്ക് വേണ്ടി ദുആ ചെയ്യാതിരിക്കില്ല. അത്രയ്ക്ക് കഷ്ടപ്പെടുന്നവരാണവർ, അത്രയ്ക്ക് നൊമ്പരപ്പെടുന്നവരാണവർ. അവരെ വേദനിപ്പിക്കരുത്. അവർക്ക് അല്ലാഹു നല്ല രീതിയിലുള്ള ജീവിതം നയിക്കാനുള്ള സന്മനസ് അല്ലാഹു കൊടുക്കട്ടെ. അവരെ ഭാര്യ മക്കളോടൊത്തുള്ള സന്തോഷം അല്ലാഹു അവർക്ക് നഷ്ടപ്പെടുത്തുന്നതിന് തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോ നല്ലത് ചിന്തിക്കുക. വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഞാൻ വിശദീകരിക്കുന്നില്ല. ലഹും ഖുലൂബുൻ ലാ യഫഖഹൂന ബിഹാ വലഹും അയ്യുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആവാനുൻ ലാ യസ്മഊന ബിഹാ. അല്ലാഹു പറയുന്നു, അവർക്ക് ഞാൻ കണ്ണുകളെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ കണ്ണുകൾ കൊണ്ട് കാണാൻ പറഞ്ഞതല്ല അവർ കാണുന്നത് വളരെ മോശമാണ്. അവർ കാണുന്നത് വളരെ മ്ലേച്ഛമാണ്. മൊബൈലിലൂടെ മിഞ്ഞുമറയുന്ന ബ്ലൂ ഫിലിമുകള് കൂട്ടുകാരിൽ നിന്ന് സേവ് ചെയ്ത് ബ്ലൂടൂത്ത് വഴി തന്റെ മൊബൈലിലേക്ക് കടത്തിയിട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുന്ന ചെറുപ്പക്കാരാ, കാണാൻ കഴിയുന്നതെല്ലാം നിന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്ത പെൺകുട്ടികളെ ഫോൺ പരിപാടി നടത്തുമ്പോ മുസ്ലിങ്ങളുടെ വീട്ടിൽ നിന്ന് വിളിക്കുന്നില്ലേ? പ്രായപൂർത്തിയായ പെൺകുട്ടികളെ വിളിക്കുന്നില്ലേ? തന്റെ ലവറിന് വേണ്ടി പാട്ട് ചോദിക്കുന്നില്ലേ? മുസ്ലിം ഉപ്പ പള്ളി നന്നാക്കാനും നാട് നന്നാക്കാനും വേണ്ടി ഞാനും നിങ്ങളും നടക്കുമ്പോ നമ്മുടെ വീടിന്റെ അകത്ത് പൊന്നുമോള് ചാനലിലേക്ക് വിളിച്ചിട്ട് പറയുന്നത് എന്തെന്നറിയോ? ഞാൻ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ലവറിന് വേണ്ടി പാട്ട് വേണമത്രേ. എഫ്എമ്മിലൂടെ ചോദിക്കുന്നവര് അതുമാറി മുഴുവനും ഇപ്പൊ ചാനലിലൂടെയാണ് പാട്ട് ചോദിക്കുന്നത്. അങ്ങനെ പാട്ടുകൾ കേൾക്കാനും കാണാനും സമയം ചെലവഴിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, സംഗീതം കേൾക്കാതെ ഉറക്കം വരാത്ത ചെറുപ്പക്കാരാ, ബൈക്കോടിക്കുമ്പോ ചെവിയിൽ വെച്ച് തലകുലിക്ക് പോകുന്ന പൊന്നുപോലെ
മോർച്ചറിൽ നിന്ന് എടുക്കുമ്പോൾ ഈച്ചത്തിന്റെ ഒരു കഷണം ചെവിക്കകത്തിരുന്ന മയ്യത്തുകൾ പത്രത്തിലൂടെ ഒരു സമയത്ത് നിങ്ങൾ കണ്ടിരുന്നില്ലേ? എവിടെയാണ് മോനെ നീ ജീവിക്കുന്നത്? അള്ളാഹു എത്രയോ പേർക്ക് കണ്ണു കൊടുത്തിട്ടില്ല, അള്ളാഹു എത്രയോ പേർക്ക് കാത് കൊടുത്തിട്ടില്ല, അള്ളാഹു എത്രയോ പേർക്ക് സംസാരശേഷി കൊടുത്തിട്ടില്ല. എനിക്കും നിങ്ങൾക്കും അള്ളാഹു ഒരു തന്നോയെങ്കിൽ അത് പടച്ചറപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തണേ. അത് അങ്ങനെ ചെയ്യുന്നവരാരാ? ഖുർആൻ നിർത്തുന്നില്ല, വിശദീകരിക്കുകയാ. അവര് മൃഗതുല്യരാണ്, അവര് മൃഗത്തെ പോലെയാണ്. ബൽഹും അതല്ലേ, അല്ല മൃഗം ചെയ്യുന്നതിനേക്കാൾ ക്രൂരത ചെയ്യുന്നവരാണ് അവരെന്ന് ഖുർആൻ പറയുമ്പോ ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? ഒരു മൃഗം പോലും ചെയ്യാത്ത ക്രൂരഹത്യങ്ങളല്ലേ ഇന്ന് മുസ്ലിം സമുദായം അടക്കമുള്ള മനുഷ്യവർഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരോ ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ജനങ്ങളിലേക്ക് അല്ലാഹു പറഞ്ഞു വിട്ട ഏറ്റവും ഉത്തമരായ ഉത്കൃഷ്ടരായ സമുദായമാണ് നമ്മൾ കാരണം ഒരാളെ മനസ്സ് വേദനിക്കല്ലോ, നമ്മൾ കാരണം ഒരാൾ നമ്പരപ്പെടല്ലോ, നമ്മൾ ആരുടെയും കല്യാണം മുടക്കല്ലേ. കല്യാണം മുടക്കുകളുണ്ടോ ഇവിടെ? കൈവക്കാൻ പറഞ്ഞാൽ അത് അഭിമാനമാണ്. ഉണ്ട് സാർ, കല്യാണം മുടക്കികൾ കുടിയന്മാർക്ക് പെണ്ണ് കിട്ടും, കള്ളുകുടിയന്മാർക്കും പെണ്ണുപിടിയന്മാർക്കും പെണ്ണ് കിട്ടും, പലിശക്കാർക്കും കള്ളന്മാർക്കും കൊള്ളക്കാർക്കും പെണ്ണ് കിട്ടും, നല്ലോന്മാർക്കും ഇവിടെ പെണ്ണ് കിട്ടില്ല. എങ്ങനെയുണ്ട് ഇബ്രാഹിം കടമോൻ? ചായ കുടിച്ചിട്ടുണ്ടോ? അല്ല, നിങ്ങൾ പറഞ്ഞില്ല, പറയാം. എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, അവന്റെ ഈ മറ്റേ ഒരു മന്ദറയൊക്കെ മാറിയോ? മന്ദരൻ 10-20 കൊല്ലം ഇവിടെ ആന്ധ്രാപ്രദേശിലെ ഏത് ഹോസ്പിറ്റലിലായിരുന്നു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞേ ഉള്ളൂ. മാറിയെങ്കിൽ പയ്യും ഉഷാറാക്കോ. അസുഖമൊക്കെ സെറ്റപ്പ്, അസുഖം മാറിയാൽ അവൻ ഉഷാർ. ഇങ്ങനെ പറയാം, ഇങ്ങനെയാണ് പറയാ. നിങ്ങൾ ഓർത്തു നോക്കി, എല്ലാ അധികാരികൾക്കും പെണ്ണ് കിട്ടും, നല്ലവർക്ക് പെണ്ണ് കിട്ടാത്ത കാലം. അതുകൊണ്ട് കല്യാണം മുടക്കൽ വലിയ ഭവിഷ്യത്തായി നിൽക്കുക. എന്റെ സഹോദരങ്ങൾ, അതിൽ നിന്ന് പിന്തിരിഞ്ഞേ പറ്റൂ. അത് തിരിഞ്ഞു തന്റെ നെഞ്ചിലേക്ക് വന്ന ആ നൊമ്പരങ്ങൾ അത്രമായി തറയ്ക്കുന്ന ദിവസവും കാത്തുകൊണ്ടിരുന്നോ, അല്ലെങ്കിൽ പശ്ചാത്തപിച്ചു? രണ്ടിലേതെങ്കിലും ഒന്ന് ഉടനെ സംഭവിക്കും. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ വിഷമിപ്പിച്ച ഒരു ജീവിതം നമുക്ക് ഒരിക്കലും സന്തോഷം തരില്ല. അല്ലാഹുവിന്റെ റസൂൽ അത് ഇഷ്ടപ്പെട്ടിരുന്നു. അലാ ഉഖ്ബിറുക്കും ബിമൻ യഹ്റുമു അലന്നാർ, നരകം ഹറാമായത് ആർക്കെന്ന് പറഞ്ഞു തരട്ടെ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം. സഹാബികൾ അതേ എന്ന് മറുപടി പറഞ്ഞപ്പോ കുല്ലു ഖരീബിൻ ഹയ്യിനിൻ സഹിലിൻ, നല്ല രസത്തോടെ അടുത്ത് മയത്തോടെ ഇടപഴകി സംസാരിക്കുന്ന സാധുവായ മനുഷ്യന് നരകം ഹറാം. ആരെയും വക്രബുദ്ധിയില്ലാതെ നശിപ്പിക്കാനില്ലാതെ നല്ല കൽബുള്ള ആ മനുഷ്യന്റെ നരകം ഹറാമാണ്. ആ ഒരു ഹറാമിയത്ത്, നരകത്തിന്റെ നിഷിദ്ധത നമ്മൾ നേടിയെടുക്കണം. അതിന് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ലോകത്തൊരു മനുഷ്യൻ പരിപൂർണമായ മനുഷ്യനായി മാറാൻ ഏറ്റവും നികൃഷ്ടമായ ജീവിയായിട്ട് അവൻ കാണുന്ന നായ ഉണ്ടല്ലോ, നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്ന് പറഞ്ഞ നായ ഉണ്ടല്ലോ. വഴിയിൽ വെച്ചൊരു നായയെ കണ്ടാൽ ആരും അറിയാതെ കല്ലെടുത്തു പോകും, അത്രയ്ക്ക് വൃത്തികെട്ട ജീവിയാണ് നായ. ആ നായയിൽ നിന്നൊരു മനുഷ്യന് പഠിക്കാൻ പരിപൂർണമായ 10 കാര്യങ്ങളുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുകയാ. സൂഫി മണ്ഡലത്തിന്റെ രാജകുമാരനായി സന്തോഷത്തോടെ ജീവിച്ച, അല്ലാഹുവിനെ ഭയന്ന് വിറച്ചുകൊണ്ട് ലോകത്ത് പൊട്ടിക്കറന്ന, ഒരുപാട് ഗുണപാഠ മുഅ്മിനീങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് മൺമറന്നു പോരാ ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഉപദേശമുണ്ടല്ലോ. എന്റെ മുമ്പിൽ വന്നിരിക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റത്തിന് വഴിത്തിരിവുണ്ടാക്കുന്ന ഒരു ദിവസമായിട്ട് മാറാൻ ഈ ഉപദേശങ്ങളെ ഞാനും നിങ്ങളും തിരഞ്ഞെടുക്കണം. നായ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും വെറുക്കുന്ന ജീവിയാണെങ്കിലും ഇന്ന് എല്ലാ വീടുകളിലും അതിനെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ. എല്ലാ വീടുകളിലും നായയെ സ്നേഹിച്ചു തുടങ്ങി. അമേരിക്കയിൽ നായയുടെ കുഞ്ഞിനെ പെണ്ണ് പ്രസവിച്ചു തുടങ്ങിയിരിക്കുന്നു. നായയെ മടിത്തട്ടിൽ വെച്ചുകൊണ്ട് യാത്ര പോകുന്ന, കോടിക്കണക്കിന് രൂപയുടെ വാഹനത്തിൽ തന്റെ വളർത്തു നായെ അടുത്തിരുത്തിയിട്ട് തലോടിക്കൊണ്ടുപോകുന്ന ഭർത്താവിന് ടാറ്റ ഭാര്യയും നായയും കൂടി ഒരുമിച്ച് പറയുന്ന ഒരു കാലം
മക്കളെ കുളിപ്പിക്കാൻ നേരമില്ലാത്ത ഉമ്മ രാവിലെ നായയുടെ പുറത്ത് വെള്ളം കോരിയൊഴിച്ച് ഓലത്തുമ്പത്തിയിരുന്നു ഏലാടും എന്റെ നായ്ക്കുട്ടി, അങ്ങനെ പാട്ടുപാടുന്ന കാലമാണ്. ആലോചിച്ച് നോക്കി, നായകളെ ഉമ്മമാരും ഉപ്പമാരും കുളിപ്പിക്കുന്നു. നായക്ക് 10,000 രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കുമ്പോ 5 രൂപയുടെ ഗുളികയ്ക്ക് വേണ്ടി പൊട്ടിക്കറിയുന്ന തിരിഞ്ഞു നോക്കാൻ നേരമില്ലാത്ത മക്കൾ ജീവിക്കുന്ന നാടായി കേരളം മാറുമ്പോ, നിങ്ങളെല്ലാവരും നായകളെ വളർത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വിഷയം പറയും. മറിച്ച് ഞാനും നിങ്ങളും വെറുക്കുന്ന നായ പോലും നമ്മെ മനുഷ്യനാക്കാൻ 10 ഗുണപാഠം കൂടെ കൊണ്ടു നടക്കുകയാണ്. അതിന്റെ സ്വഭാവ രീതിയിൽ അതുണ്ടത്ര. അതെങ്ങനെ ആ സ്വഭാവം ഉണ്ടാക്കിയെടുത്താൽ അവർക്ക് അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ കഴിയുമെന്ന്, അവർക്ക് അല്ലാഹുവിന്റെ തൃപ്തി നേടാൻ കഴിയുമെന്ന് ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. നായ നമ്മൾ നിസായത്തെ കാണുന്നുവെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, വകൽബുഹും വാസിഖുൻ ബിറായിഹി ബിൽ വസീദ് വലിതലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറാ വലമുലൂത മിൻഹും റുബാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫാണ്. ഈ സൂറത്തുൽ കഹ്ഫിന് പോലും ധാരാളം